അത് ഒരാൾ 5 ആൾക്കാരോടല്ലോ ഞാൻ ഇതാക്കിയിട്ടില്ലേ. നമ്മളെല്ലാവരും ലൈഫിനൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ, ഒരു എയിം ഉണ്ടാവണമല്ലോ. അതുപോലെ എൻ്റെ ലൈഫിനൊരു എയിമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു എയിം അങ്ങനെയല്ല, അതല്ല. അയ്യോ എങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതാണെന്ന് സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അയ്യോ ആൾക്കാർക്കത് പോവണേ. കുലുക്കി കുഞ്ഞാത്തി എന്ത് പേരാണിത്, അത് നല്ല രസമല്ലേ. കണ്ണൻ ഓട്ടോ സർവീസായി ഇക്ബാൽ. ഓട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് ബുക്ക് ചെയ്യും എല്ലാവരും. അയ്യോ അതെന്തേ, ഈ നാളെ വരും സെറ്റാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയാൻ വന്നെന്താണെന്നറിയോ, എന്താ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു ഓൾമോസ്റ്റ് എത്രയായി ഉണ്ടാവും, കഴിഞ്ഞ ഒക്ടോബർ നവംബറിലാണെന്ന് തോന്നണേ. അപ്പോൾ ഒരു അയ്യോ ഇപ്പം പറയുന്നുണ്ടേ, കഴിഞ്ഞൊരു ഒക്ടോബർ ഓക്കെ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6 മാസമായി കൂട്ടിക്കോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്തില്ലല്ലോ ഇതുവരെ. ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് ഏണിങ്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യണില്ലല്ലോ, ഞാൻ പഠിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഏണിങ്സ് അപ്പോൾ ഇത്ര ഈ 10-24 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു സാധനം ഇന്നുവരെ മേടിച്ചിട്ടില്ല. 15 വയസ്സിനുള്ളിൽ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് വീട്ടിൽ പോകടോ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനി ഇടയിൽ കയറില്ല കേട്ടോ, ഞാൻ പറയട്ടെ. അപ്പോൾ 24 വർഷത്തിൻ്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എനിക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കിങ്ങനെ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്ന സേവ് ചെയ്ത് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടത്തിന് മേടിക്കും, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഏണിങ് ചെയ്തിട്ട് നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം മേടിച്ച്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ സ്വന്തമായിട്ട് മേടിച്ച്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി, കാരണം അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം മേടിച്ച് എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൊണ്ട്. അപ്പോൾ അത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചോദിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കാരണം ഞാൻ അങ്ങനെ എനിക്കൊരു സ്വന്തമായിട്ടൊരു സാധനം മേടിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്ത ഒരു കൺഗ്രാജുലേഷൻസ് എങ്കിലും പറഞ്ഞൂടെ. 24 അത് ഞാൻ കൂട്ടി പറഞ്ഞതാ, ഞാൻ 24 കൂടി ആകുമ്പോൾ ഒന്നുകൂടി ഹൈപ്പ് കിട്ടൂലേ. ഓക്കെ അപ്പം അന്ന് ഞാനെൻ്റെ അപ്പോൾ ചിലവ് ചെയ്യണം നീ വളരെ അതെ അങ്ങനത്തെ മെസ്സേജുകളാണ് എനിക്ക് കിട്ടേണ്ടത്, എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പം അന്ന് ഞാനെൻ്റെ എനിക്ക് ഞാനത് പറഞ്ഞ് പഠിച്ച് വെച്ച് വന്നിക്കല്ലോ മിസ്റ്റർ, വാക്കിന് കുറച്ചേലും വിലയില്ലല്ലേ. ഇത് മറ്റേ ചവിട്ടിയല്ലേ. അയ്യോ സോറി ചവിട്ടിച്ചേട്ടാ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് വെച്ചപ്പോൾ പിന്നെ ആരൊക്കെയോ കളിയാക്കി ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കാട്ടിയത്, ഒറ്റ പൈസക്ക് ഒന്നും നോക്കിയില്ല, നമ്മൾ അള്ളി വീശൊരു നല്ലൊരു ഐഫോണിൻ്റെ ഹെഡ്സെറ്റാണ് മേടിച്ച്. കിടക്കട്ടേന്ന് ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ് വരും ഞാൻ മെസ്സേജ്. ഓക്കെ അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റാണ് മേടിച്ച്. ആദ്യമായിട്ട് എനിക്ക് പൈസ കിട്ടിയപ്പോൾ ആദ്യം അതാ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം വന്നപ്പോൾ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ കരുതി. അതൊക്കെ വെറുതെ പൊലിപ്പിക്കാന്ന് എനിക്കറിയാം, എന്തായാലും കിടന്നോട്ടെ. അതെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അയ്യോ എൻ്റെ സ്വന്തമാണെന്ന് വെച്ചാൽ സ്വന്തം നല്ല കേട്ടോ, എൻ്റെ കുരുക്കളുടെ ഒരു വിയർപ്പ് ഉണ്ടാകും, പക്ഷെ എന്നാലും കൂടുതലും എൻ്റെ വിയർപ്പാവുമല്ലോ അല്ലേ. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സന്തോഷം വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ കരുതി. അതാ ചവിട്ടിച്ചേട്ടൻ നോക്കി ഇനി ചിലവ് പറ്റും, ചിലവ് ഇൻഷാല്ല എല്ലാവർക്കും ചിലവുണ്ട്. ഇന്ന് ഒന്നുകൂടി ഭംഗി കൂടി, അതിന് അഷ്റഫ് അലീനെ ഇതിന് മുന്നേ കണ്ടുണ്ടോ, ഇന്ന് ഒന്നുകൂടി ഭംഗി കൂടിയുണ്ട് എന്ന് പറയാൻ. നമ്പർ വിട്. സുധിയമ്മ വിട്ട മെസ്സേജ് റിട്രാക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ, മെസ്സേജൊക്കെ ഇതിൽ സേവ്ഡായി കിടക്കും. അസീബ് ഹായ്, സുധിയമ്മ എന്നാ വരേണ്ടത്?